എം ഡി സാർ എഴുതി വെച്ചതിന് മുകളിലേക്കെന്ന് പറയാൻ പറ്റത്തില്ല, അതിനും അപ്പുറത്തേക്ക് ഫ്രെയിമിന് പുറത്തേക്ക് കൂടെ സഞ്ചരിച്ച് അത് ചെയ്തു. ഞാൻ ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ നമ്മളത് ചെയ്തു വരുമ്പോൾ നമ്മളെ കൊണ്ടങ്ങനെ ചെയ്യിപ്പിക്കുന്നതാണ്. ആ എഴുത്തിൻ്റെ ഒരു ശക്തി നമ്മളെ കൂടുതൽ മുമ്പോട്ട് സഞ്ചരിപ്പിക്കുന്നതാണ്. എം ഡി സാർ എന്നെക്കാളും എത്രയോ വർഷങ്ങൾ സീനിയറായിട്ടുള്ള എത്രയും അധികം പ്രായം നിൽക്കുന്ന ഒരു ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന ആളാണ്. പക്ഷെ അതൊക്കെ ഒരു വലിയ ഭാഗ്യമാണ്. എൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്നത് അത് തന്നെയാണ്. ഒരു എം ഡി സാറിൻ്റെ ഒരു ലിവിങ് ലെജൻഡ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് അദ്ദേഹം ജീവിച്ച കാലഘട്ടത്തിൽ ജീവിച്ച് അദ്ദേഹം എനിക്ക് വേണ്ടിയും അദ്ദേഹത്തിൻ്റെ പേന ചലിപ്പിച്ചു, അല്ലെങ്കിൽ അദ്ദേഹം എഴുതി വെച്ച വരികൾ അതിന് ദൃശ്യഭാഷ നൽകാൻ കഴിയുക, അതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളൊന്നും. അദ്ദേഹം എപ്പോഴും ഒരു വയലൻസിനൊക്കെ ഭയങ്കര പ്രാധാന്യമുള്ളൊരു സിനിമയാണ്. എന്നാൽ വയലൻസ് അത് ആളുകളെ നൊമ്പരപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ആ വയലൻസിന് സാറ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് വരുമെങ്കിൽ വയലൻസ് കുറച്ചുകൂടെ എവിഡൻ്റ് ആണ്. അപ്പോൾ നമുക്ക് സാറിന് വേണമെങ്കിൽ ആ സിനിമ കുറച്ചുകൂടെ ബ്ലഡിഷായിട്ടും ആ ഒരു രീതിയിലുള്ള ക്രൂരമായിട്ടൊക്കെ സിനിമ ചെയ്യായിരുന്നു. എങ്ങനെയായിരുന്നു ആ ഒരു വയലൻസിന് സാറ് സദ്യത്തിൽ അപ്രോച്ച് ചെയ്തിരുന്നത്? നമ്മൾ ഇതിനകത്ത് ശരിക്കും ആ കുട്ടികളെ കൊല്ലുന്ന ഭാഗമാണ് ഏറ്റവും ബ്രൂട്ടലായിട്ടുള്ളൊരു ഏരിയ. അപ്പോൾ എം ഡി സാർ അത് എഴുതി വെച്ച രീതിയോട് പൂർണ്ണമായിട്ട് നീതി പുലർത്തിക്കൊണ്ട് തന്നെയാണ് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ചോര കാണിക്കാതെ, അതിൻ്റെ ക്രൂരത ഒരുപാട് ഡയറക്റ്റായിട്ട് കാണിക്കാതെ അതൊരു സൂചനകളിലൂടെ ചെയ്യുക എന്നുള്ളതാണ്. കുട്ടികളെ ഇയാൾ കത്തി കൊണ്ട് അല്ലെങ്കിൽ ആ പാലറ്റ് കൊണ്ട് അല്ല നൈഫ് കൊണ്ട് കുത്തുന്നത് നമ്മൾ ഡയറക്റ്റായിട്ട് വിഷ്വൽ കൊടുത്തിട്ടില്ല. അതിൽ അവരുടെ റിയാക്ഷൻസിൽ മാത്രമാണ്. ഒരിക്കൽ മാത്രമാണ് ഈ നായിക മാധുവിൻ്റെ ഒരു പോർട്രേറ്റിലേക്ക് രക്തം വന്ന് വീഴുന്ന ഒരു ഷോട്ട് മാത്രമേ ഉള്ളൂ അതിനകത്ത് ഏറ്റവും ഒരു രക്തം പ്രകടമായിട്ട് കണ്ടത്. പിന്നീട് പെയിൻറ്റിങ്ങിലാണ് ഈ ബ്രഷിൽ പറ്റിയ ബ്ലഡ് വെച്ചിട്ട്, ഈ പെയിൻറ്റിങ് നൈഫിൽ പറ്റിയ ബ്ലഡ് വെച്ചിട്ട് അയാൾ വരച്ചുകൊണ്ടിരുന്ന ചിത്രത്തെ കൂടുതൽ ബീഭത്സമാക്കാൻ ശ്രമിക്കുന്ന ആ ബ്ലഡിനെ ഒരു പെയിൻ്റാക്കി ഉപയോഗിച്ചുകൊണ്ട് അയാൾ യൂസ് ചെയ്യുന്നതുള്ളൂ. അല്ലാതെ വളരെ ഡയറക്റ്റായിട്ടൊരു ബ്രൂട്ടലായിട്ടുള്ളൊരു വിഷ്വൽ അതിനകത്ത് വരാൻ പാടില്ല എന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ആ ഒരു ഫുള്ളായിട്ടും ആ ഒരു ഒരു ക്രൂരത കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുകയും വേണം, അല്ലെങ്കിൽ അതിന് തീവ്രത കുറയാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുകയും വേണം. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ചെയ്തൊരു ഒരു സീക്വൻസാണത്. അത് ഒരുപക്ഷെ എം ഡി സാർ എഴുതി വെച്ചതിന് മുകളിലേക്കെന്ന് പറയാൻ പറ്റത്തില്ല, അതിനും അപ്പുറത്തേക്ക് അദ്ദേഹം എഴുതി വെച്ച ഒരു ഫ്രെയിമിന് പുറത്തേക്ക് കൂടെ സഞ്ചരിച്ച് അത് ചെയ്തു. ഞാൻ അത് ചെയ്തു വന്നപ്പോൾ ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ നമ്മളത് ചെയ്തു വരുമ്പോൾ നമ്മളെ കൊണ്ടങ്ങനെ ചെയ്യിപ്പിക്കുന്നതാണ്. ആ എഴുത്തിൻ്റെ ഒരു ശക്തി നമ്മളെ കൂടുതൽ മുമ്പോട്ട് സഞ്ചരിപ്പിക്കുന്നതാണ്. മറ്റ് ഈ സ്ത്രീ കഥാപാത്രങ്ങളുടെ ഇയാൾക്ക് ഈ പെൺകുട്ടികളെ ചതിക്കാനായിട്ട് നിന്ന ആൾക്കാരുടെ ലളിത ചേച്ചിയുടെയും തൊടുപുഴ വസന്തിയുടെ ആ കഥാപാത്രങ്ങളെയൊക്കെ മുഖത്തേക്ക് ഇയാളുടെ അവരാണ് ആ പെയിൻറ്റിങ്ങിലൂടെ അയാൾ വരയ്ക്കുന്ന പെയിൻറ്റിങ് നൈഫിലുണ്ടായിരുന്ന ബ്ലഡ് ഇവരുടെയൊക്കെ മുഖത്തേക്ക് അയാൾ തേച്ചും വരും. അതൊന്നും സ്ക്രിപ്റ്റിലില്ലാത്തതാണ്. അത് ആ സമയത്ത് നമ്മളുടെ ഒരു ഇംപ്രവൈസേഷൻ പോലെ സംഭവിച്ചതാണ്. അത് എം ഡി സാർ അതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അതിനെ വളരെ പോസിറ്റീവായിട്ട് എടുക്കുകയും നന്നായി എന്ന് പറയുകയൊക്കെ ചെയ്തു. അപ്പം അത് ഒരു ക്രിയേറ്റർ എന്ന നിലയിൽ നമ്മളെ കുറച്ചുകൂടെ ധൈര്യപ്പെടുത്തിയതാണ്. ഇതൊക്കെ ഞാൻ എൻ്റെ ഒരു 36ാമത്തെ വയസ്സിലാണ് ആ സിനിമ ചെയ്യുന്നത്. എം ഡി സാർ എന്നെക്കാളും എത്രയോ വർഷങ്ങൾ സീനിയറായിട്ടുള്ള എത്രയും അധികം പ്രായം നിൽക്കുന്ന ഒരു ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന ആളാണ്. പക്ഷെ അതൊക്കെ ഒരു വലിയ ഭാഗ്യമാണ്. എൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്നത് അത് തന്നെയാണ്. ഒരു എം ഡി സാറിൻ്റെ ഒരു ലിവിങ് ലെജൻഡ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് അദ്ദേഹം ജീവിച്ച കാലഘട്ടത്തിൽ ജീവിച്ച് അദ്ദേഹം എനിക്ക് വേണ്ടിയും അദ്ദേഹത്തിൻ്റെ പേന ചലിപ്പിച്ചു, അല്ലെങ്കിൽ അദ്ദേഹം എഴുതി വെച്ച വരികൾ അതിന് ദൃശ്യഭാഷ നൽകാൻ കഴിയുക, അതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളൊന്നും. ഈ എം ടി സാറിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ ഞാനൊരു സാറിൻ്റെ കൂടെ ഒരു പടം വർക്ക് ചെയ്തിട്ടുണ്ട്. അസോസിയേറ്റ് ഡയറക്ടറായിട്ടാണ് വർക്ക് ചെയ്തത്. ലാൽ ജോസ് സാറിൻ്റെ നീലത്താമര എന്നൊരു സിനിമ. അപ്പോൾ ഈ
ഒരു വർക്ക് ചെയ്ത എല്ലാ സംവിധായകരും പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഈവൻ ലാൽ ജോസ് സാറ് പോലും ഒരു സ്കൂളിലെ പ്രധാന അധ്യാപകനും ഒരു സ്കൂൾ കുട്ടിയും പോലെയുള്ളൊരു ബന്ധമാണ്. കാരണം ഒരു വരി തെറ്റിയാലോ തിരുത്താനോ ഉള്ളൊരു പേടിയുണ്ടായിരുന്നു. എല്ലാ സംവിധായകർക്കുള്ളതാണ്. സാറിപ്പോൾ ഇത്തരത്തിൽ അത് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം എടുത്തു എന്ന് പറയുമ്പോൾ ആ ഒരു മേക്കറുടെ ഇതാണ്. അപ്പോൾ ഞാൻ അത് അനുഭവിച്ചാണ്. വേറെ ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനായിരുന്നു ആ സിനിമയിൽ സാറിൻ്റെ മറ്റേ സ്ക്രിപ്റ്റിംഗ് എന്താ കോപ്പി എടുക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം എഴുതി വെച്ചിട്ടുള്ള ചിലപ്പോൾ കുനുകുന എഴുതിയിട്ടായിരിക്കും, പക്ഷെ അത് വായിച്ച് കൃത്യമായിട്ട് ഒരു വര പോലും തെറ്റരുത് എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു പെയിൻ അനുഭവിച്ച ആളെന്നുള്ള രീതിയിൽ സാറിങ്ങനെ ഒരു സ്ക്രിപ്റ്റിൽ ഉള്ളതിനപ്പുറം ഒരു സിനിമയിൽ അത് വർക്ക് ചെയ്തു എന്ന് പറയുമ്പോഴും അതിന് MT സാറിൻ്റെ ഗുഡ് എന്ന് പറയാമെന്ന് തന്നെ വലിയ കാര്യമാണ് അവിടെ. ആ ചിരിയിലുണ്ടാവും എല്ലാം എന്നുള്ളതാണ്. സാറിപ്പോൾ ഈ വയലൻസിനെ വളരെ മനോഹരമായിട്ട് ഒരു പ്രസൻറ്റേഷൻ സെറ്റ് പോലെ, അല്ലെങ്കിൽ കടലാസ് പൊതിയിൽ കൃത്യമായിട്ട് അലങ്കാര പൊതിയിൽ പൊതിഞ്ഞു എന്ന് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ പെയിൻറ്റിങ്ങിലൂടെ കാണിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ ഇന്നത്തെ തലമുറയിലെ സംവിധായകർ വളരെ കൃത്യമായിട്ട് ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോലും എവിഡൻ്റായിട്ട് വയലൻസിനെ കാണിക്കാൻ ഒരു വ്യഗ്രതയുണ്ട്. അത് ഈ മാറുന്ന പ്രേക്ഷകരുടെ അഭിരുചിക്ക് അനുസരിച്ച് കൊടുക്കുന്നതാണോ, അതോ ഇനി ഫിലിം മേക്കേഴ്സ് ഇങ്ങനെ തന്നെ ആയിക്കോട്ടെ, ഇങ്ങനെ മതി എന്ന് പറഞ്ഞ് തീരുമാനിക്കുന്നതാണോ? എന്താണ് സാറിന് ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ സിനിമകൾ ഈ വയലൻസിനെ കുറിച്ച് പറയാനുള്ളത്? ഈ ജനറേഷനിലെ ചെറുപ്പക്കാരുടെ അവർ വളർന്നു വന്ന സാഹചര്യങ്ങളാണ്. അവരെ കുറ്റപ്പെടുത്തി പറയേണ്ട കാര്യമില്ല. കാരണം ഞാൻ സിനിമകൾ ചെയ്യുന്നത് എൻ്റെ ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് ഞാൻ അനുഭവിച്ച ഒരു ജീവിത പരിസരങ്ങളിൽ നിന്നുകൊണ്ടാണ് എനിക്ക് എൻ്റെ സിനിമയിലേക്ക് എൻ്റെ സിനിമ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അവർ ജീവിച്ച് വളർന്നു വന്ന സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ടുള്ള സിനിമകളാണ് അവരുണ്ടാക്കുന്നത്. ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് വയലൻസ് എന്നൊക്കെ പറയുന്നത് വളരെ പ്രകടമാണ്. ഈ സോഷ്യൽ മീഡിയയൊക്കെ വളരെ പ്രചാരത്തിൽ വന്നതോടുകൂടി അതിനകത്ത് കാണുന്ന കാര്യങ്ങൾക്കൊരു പരിധിയില്ല. അവരൊക്കെ കാണുന്ന വിഷ്വൽസ്, റിയൽ ലൈഫ് വിഷ്വൽസ് ആയാലും ഇത്തരത്തിലുള്ള ഫിക്ഷനുകളായാലും അവരുടെ ഗെയിമുകളായാലും ഈ ഓൺലൈനിലൊക്കെ അവർ കളിക്കുന്ന ഗെയിമുകളൊക്കെ ഉണ്ട്, അതെല്ലാം വയലൻസാണ്. ഗെയിമുകളൊക്കെ കൂടുതൽ ആൾക്കാരെ കൊല്ലുക എന്നുള്ളതാണ്. ഒരു കില്ലിങ് ഇൻസ്റ്റൻറ്റ് ആൾക്കാരിലേക്ക് ആ വയലൻസ് അതിലേക്ക് അവരറിയാതെ വന്നു ചേർന്നിട്ടുണ്ട്. അപ്പോൾ അവരെ ഏറ്റവും കൂടുതൽ രസിപ്പിക്കുന്നത്, ആഹ്ലാദിപ്പിക്കുന്നത് രക്തം കാണുകയും ആൾക്കാരെ കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന അങ്ങനത്തെ ഒരു ജീവിത പരിസരങ്ങൾ, അല്ലെങ്കിൽ അവരുടെ കാഴ്ചകളിലും അവരുടെ ചിന്തകളിലൊക്കെ കടന്നു വന്നിട്ടുള്ള അത്തരം വിഷ്വൽസും അത്തരം എക്സ്പീരിയൻസസൊക്കെ തന്നെയാണ് അവർ സിനിമയിലേക്ക് പകർത്താൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട സിനിമയുടെ ആദ്യത്തെ ഷോയിലൊക്കെ തിയേറ്ററുകളിൽ നിന്ന് ഈ സ്കൂൾ കുട്ടികൾ, +2 പഠിക്കുന്ന കുട്ടികൾ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുകയാണ്. ഏറ്റവും ബ്രൂട്ടലായിട്ടുള്ള വിഷ്വൽസ് കാണുമ്പോൾ രക്തവും അവയവങ്ങൾ മുറിച്ചു മാറ്റുന്നതൊക്കെ കാണുന്ന രംഗങ്ങളിൽ അവർ കൈയടിക്കുകയാണ്. അത് ശരിക്കും വലിയ ഭയം നമ്മളിൽ ജനിപ്പിക്കുന്നുണ്ട്. കാരണം ഒരു അറപ്പുമില്ലാതെ ഇത്തരം ക്രൂരതകളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ചിന്തയിലേക്ക് നമ്മുടെ യുവതലമുറ എത്തിയെന്നുള്ളത് നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ട്. അത് നിത്യജീവിതത്തിലേക്ക് പകർത്തപ്പെടാൻ ഒരു മടിയും ഇനി ഭാവിയിൽ അവർക്ക് തടസ്സമായി ഉണ്ടാവില്ല എന്നുള്ളതാണ്. കാരണം അത് ആസ്വദിക്കപ്പെടുന്നുണ്ട്. ക്രൂരതയെ ആസ്വദിക്കുകയും അതിന് കൈയടിക്കുകയും ചെയ്യുന്നൊരു തലമുറ വളർന്നു വരുന്നു എന്നുള്ളത് നമ്മളെ വല്ലാതെ ഭീതിപ്പെടുത്തുന്നുണ്ട്. ഈ സിനിമകൾ സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് സാറ് ഈ പറഞ്ഞതിലൂടെ വ്യക്തമാണ്. സിനിമ രണ്ട് രീതിയിൽ സ്വാധീനിക്കാം, പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും സ്വാധീനിക്കാം. സിനിമ സ്വാധീനിക്കുന്നുണ്ട്. സിനിമ കണ്ടതുകൊണ്ട് അതിനെ ജീവിതത്തിൽ അനുകരിച്ച് ചെയ്ത കുറ്റകൃത്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ദൃശ്യം സിനിമ കഴിഞ്ഞിട്ട് ദൃശ്യന്മാതകൾ കൊലപാതകം എന്നൊക്കെ പറയും വാർത്താ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ഒരു നല്ല കാര്യം ആവാഹിച്ചെടുക്കുകയും അതിനെ ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്നത് വളരെ അപൂർവമായിട്ടാണ് നമ്മൾ കാണാറുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അനുഭവം ഉള്ളത്, ഞാൻ ഈ ആകാശദൂത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന പോലെ സിനിമ അതുവരെയും തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ടില്ലാത്ത വല്യമ്മമാർ വരെ തിയേറ്ററിൽ വന്ന സിനിമ കണ്ടു കരഞ്ഞു പോയി എന്നുള്ളത് കേട്ടിട്ടുണ്ട്. ആ സിനിമയ്ക്ക് എനിക്ക് ദേശീയ അവാർഡ് കിട്ടുന്നുണ്ട്, അങ്ങനെ ഒരുപാട് അംഗീകാരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ വലിയൊരു ഭാഗ്യം അല്ലെങ്കിൽ അതിന് സന്തോഷം നൽകിയത് എനിക്ക് കിട്ടിയൊരു കത്താണ്. ആ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് കുറേ കാലം കഴിഞ്ഞ് അതിൻ്റെ 150-ാം ദിവസം ആഘോഷം നടക്കുന്ന ദിവസം ഞാൻ ആ വേദിയിൽ വെച്ചത് പറയുകയും ചെയ്തു. ഒരാളെനിക്ക് കത്തെഴുതിയത്, അയാൾ കുടുംബത്തിൽ അയാൾക്ക് ഭാര്യയും മക്കളൊക്കെ ഉള്ളൊരു കുടുംബനാഥനാണ്. അയാൾ തികഞ്ഞ മദ്യപാനിയായിരുന്നു. പക്ഷേ ഈ സിനിമ കണ്ട ശേഷം ഞാൻ മദ്യപാനം നിർത്തി, ഞാൻ എൻ്റെ കുടുംബത്തെ ഇനി ഞാൻ മദ്യപിക്കത്തില്ല എന്ന് പറയുന്ന ഒരു തീരുമാനം എടുത്തിട്ട് എനിക്ക് അയച്ച കത്താണ്.
ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ ആ രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ നമ്മളുടെ ഒരു കലാ സൃഷ്ടിയിലൂടെ കഴിഞ്ഞുവെങ്കിൽ നമ്മളറിയുന്നില്ല അയാൾ മാറുമോയെന്ന്. പക്ഷെ അത് സംഭവിച്ചിരിക്കുന്നു. ഒരാൾ എന്നെ എഴുതി അറിയിക്കുന്നു. അല്ലാതെയും ജീവിതങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയ, സ്വാധീനം ചെലുത്തിയ സിനിമകൾ സംഭവിച്ചിരിക്കാം. പക്ഷെ ഒരാൾ ഡയറക്റ്റായിട്ട് എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ഇതാണ്. അത് എന്നെ സംബന്ധിച്ചോളം ഞാൻ ചെയ്ത ഒരു സിനിമകളിൽ വെച്ച് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ടുള്ളൊരു അംഗീകാരമായിട്ട് ഞാൻ അങ്ങനെ കാണുകയാണ്. അപ്പം സിനിമ നമ്മളെ രണ്ട് രീതിയിൽ സ്വാധീനിക്കാം. അത് പോസിറ്റീവായിട്ട് സ്വാധീനിക്കാനുള്ള സാഹചര്യത്തെ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു കലാകാരൻ എന്ന നമ്മൾ ചെയ്യേണ്ടത്. സാറും ലോഹി സാറും കൂടി ചേരുമ്പോൾ അതിൻ്റെ ശക്തി എന്താണെന്നുള്ള സൗന്ദര്യവും കൃത്യമായിട്ട് മികച്ച സിനിമകളിലൂടെ തെളിയിച്ചിട്ടുള്ള സംവിധായകരാണ്. എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു കെമിസ്ട്രി വർക്കായത്, അല്ലെങ്കിൽ ആ ഒരു സൗഹൃദം രൂപപ്പെട്ടു വന്നത്? അത് പിന്നീട് എന്താണ് സംഭവിച്ചത്? സിനിമയിൽ എൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത് എന്ന് പറയാവുന്നത് ലോഹിയായിരുന്നു. ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, പക്ഷേ വളരെ കൂടുതൽ സമയം ഒരുമിച്ചിരിക്കുകയും ഒരുമിച്ച് ഒരേ സ്ഥലത്ത് താമസിക്കുകയും ഒരുമിച്ച് സഞ്ചരിക്കുകയും ഒരേ ഹോട്ടലുകളിൽ കിടന്നുറങ്ങുകയും ഒരുപാട് കാര്യങ്ങൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റൊക്കെ ചെയ്ത ഒരാളാണ് ലോഹി. എൻ്റെ കരിയറിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒരാളാണ്. അങ്ങനെ ഒരു കൂട്ടുകെട്ട് രൂപപ്പെടുന്നതിൻ്റെ ഒരു കാരണം ഞങ്ങൾക്ക് പരസ്പരം പറയാതെ പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ഞങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. അതിനാണ് നമ്മൾ കെമിസ്ട്രി എന്നൊക്കെ പറയുന്നത്. അദ്ദേഹം മനസ്സിൽ കാണുന്നതിനെ അതേ രൂപത്തിലോ അതിനേക്കാളും മികച്ച രീതിയിലോ ഉൾക്കൊള്ളാനായിട്ട് മനസ്സിലാക്കാനും എനിക്ക് കഴിയാറുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം എഴുതി എനിക്ക് തരുന്ന തിരക്കഥകളെ അതിനെ മാറ്റി കുറയാതെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കാലം അത്രയും ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത സിനിമകളെ ഇന്നും 30 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ചെയ്ത സിനിമകളും ഇന്നും ആൾക്കാർ ചർച്ച ചെയ്യുന്നതും ആൾക്കാരുടെ മനസ്സിൽ അത് മായാതെ കിടക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ആ എഴുത്തിൻ്റെയും ആ എഴുത്തിനെ അതിനെ ഏറ്റവും നല്ല രീതിയിൽ അതിനെ ദൃശ്യവൽക്കരിച്ച് ആൾക്കാരിലേക്ക് അവരുടെ മുമ്പിലേക്ക് അതൊരു കാഴ്ചയായിട്ട് എത്തിക്കുകയും ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിലൊരു വല്ലാത്ത അറിയാത്ത പറയാതെ പറയപ്പെടുന്ന ചില തിരിച്ചറിവുകളാണ് പരസ്പരം. അദ്ദേഹവുമായിട്ട് സിനിമ ചെയ്തിരുന്ന കാലഘട്ടത്തിന് ശേഷം വന്ന ഒരാൾ അടുത്ത കാലത്ത് അദ്ദേഹത്തോട് ലോഹിതദാസ് പറഞ്ഞൊരു കാര്യം ഈ അടുത്ത കാലത്ത് എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. കിരീടം എന്ന സിനിമയിൽ മോഹൻലാൽ ഈ കിരിക്കാടൻ ജോസിൻ്റെ ആൾക്കാർ അയാളുടെ വീട്ടിൽ ആക്രമിച്ചു കഴിഞ്ഞിട്ട് ഇയാൾ അച്ഛനും അമ്മയും സഹോദരിയും ഹോസ്പിറ്റലിൽ അനിയനൊക്കെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഇയാൾ അവരെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. ഇയാൾ അപ്പോഴത്തേക്ക് ഒളിവിൽ പോയായിരുന്നു, ശ്രീനാഥിൻ്റെ വീട്ടിൽ പോയി ഒളിവിലിരിക്കുന്നത്. അപ്പോഴാണ് ഈ ഒരു വാർത്ത അറിയുന്നത് വീട്ടുകയറി ആക്രമിച്ചു എന്നുള്ളത്. അപ്പോൾ അയാൾ അവരെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അയാൾക്ക് ഒളിച്ചോടാൻ പറ്റത്തില്ല, അയാൾക്ക് തിരിച്ച് അവരെ കണ്ടേ പറ്റും. അയാൾ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ ആ സീൻ എടുക്കുമ്പോൾ ലോഹിയില്ല. അപ്പോൾ ഒരു കോറിഡോറിൽക്കിടെ ഈ കട്ടിലിൻ്റെ ഒരു വാർഡിൻ്റെ ഉള്ളിലത്തെ കട്ടിലുകളുടെ ഇടയിൽ കൂടി ലാല് വരികയും ചിലവൻ ചേട്ടനെയും പൊന്നമ്മ ചേച്ചിയും കാണുകയും അച്ഛനെയും അമ്മയും കണ്ടിട്ട് പോകാൻ നേരത്ത് അച്ഛൻ്റെ കാലിൽ തൊട്ട് ഉണങ്ങിയിട്ട് ഇയാൾ തിരിച്ചു നടക്കുകയും ചെയ്യുന്നുണ്ട്. വന്ന പോലെ അതേ ഷോട്ടിൽ തന്നെ അതേ ആംഗിളിൽ തന്നെ ഇയാൾ തിരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ലോഹി അത് ഷൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ലോഹി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ഉദ്ദേശിച്ച പോലെയാണോ സിബി ചെയ്തിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. കാരണം അയാൾ വരുമ്പോൾ അയാളുടെ ഒരു മാനസികാവസ്ഥയിൽ അയാൾ തിരിച്ചു പോകുമ്പോഴുള്ളത്. അയാൾ വരുമ്പോൾ അയാൾക്ക് ഒരു എന്താണ് വേവലാതിയിലാണ് അയാൾ വരുന്നത്. ഇവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളൊരു ആകുലതയിലാണ് അയാൾ വരുന്നത്. ആ നടപ്പിൽ ആ ആകുലത ഉണ്ടാവണം. പക്ഷെ തിരിച്ചു പോകുമ്പോൾ അയാൾ തീരുമാനം എടുത്തിട്ടാണ് പോകുന്നത്, ഞാൻ കീരിക്കാടനെ ഫേസ് ചെയ്യാൻ പോവുകയാണെന്നുള്ളത്. അപ്പോൾ രണ്ട് മാനസികാവസ്ഥയിലാണ് ഈ വരവും പോക്കും. അപ്പോൾ അത് ചിലപ്പോൾ ഒന്നുകൂടെ എടുക്കേണ്ടി വരും, അത് സ്ക്രീനിൽ കണ്ടിട്ട് തീരുമാനിക്കണമെന്ന് പറഞ്ഞു. അന്ന് മോണിറ്റർ ഇല്ലല്ലോ. പിന്നീട് അത് സ്ക്രീനിൽ കണ്ടപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും മനോഹരമായിട്ട് ലാലിനെ കൊണ്ട് സിബി അത് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ആ മാറ്റം ഇങ്ങോട്ടുള്ള നടപ്പിലുണ്ടായിരുന്ന ലാലല്ല തിരിച്ചു പോകുന്ന ലാല് എന്നുള്ളത് ആ റഷസ് കാണുമ്പോഴാണ് ലോഹിക്ക് ധൈര്യം ഉണ്ടാകുന്നത്. അപ്പോൾ അത് അങ്ങനെ ഇതെനിക്ക് ഒരിക്കലും ലോഹി എഴുതി വെച്ചിട്ടില്ല, എന്നോട് പറഞ്ഞിട്ടില്ല. ഇയാൾ വരുമ്പോഴുള്ള മനസ്സല്ല ഇയാൾ തിരിച്ചു പോകുമ്പോഴുള്ള മനസ്സെന്നുള്ളത്. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുകയാണ്. അത് എഴുതി പറഞ്ഞിട്ടില്ല, എന്നോട് നേരിട്ട് പറഞ്ഞിട്ടില്ല. അങ്ങനെ സംഭവിക്കുന്നുണ്ട്. പല കാര്യങ്ങളും അങ്ങനെയാണ് സിനിമയുടെ ഓരോ ഘട്ടങ്ങളിൽ. നമുക്കെല്ലാം
പരസ്പരം ഞങ്ങൾ പറഞ്ഞു വെച്ചിട്ടല്ല ചെയ്യുന്നത്, പറയാതെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് സംഭവിക്കുന്നുണ്ട്.